കോഴിക്കോട് പേരാമ്പ്ര കൂത്താളി സ്കൂൾ ഗ്രൗണ്ടിൽ അപകടകരമാം വിധം കാർ ഓടിച്ച് അഭ്യാസപ്രകടനം നടത്തിയ 16-കാരനെ കുറിച്ചാണ് ഈ വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്തു. കൂത്താളി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഇന്നലെ കുട്ടികൾ കളിക്കുന്നതിനിടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ആ ദൃശ്യം ഇതാണ്. ആ ദൃശ്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിച്ച് നോക്കുക. ഇത്രയും കുട്ടികൾ ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. 16-കാരൻ അഭ്യാസ പ്രകടനത്തിന് പോയതാണ് ഈ ഗ്രൗണ്ടിൽ. കണ്ട് ആ കുട്ടിയൊക്കെ കഷ്ടിച്ച് ആണ് രക്ഷപ്പെട്ടത്. കണ്ടില്ലേ, കാറ് തിരിച്ചു കണ്ടില്ലേ. അപ്പോൾ ഈ പ്രകടനമൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ത് പേടിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ ആലോചിച്ച് പോവുക. ഈ കുട്ടികളുടെയൊക്കെ മാതാപിതാക്കൾ നെഞ്ചത്ത് കൈവച്ചല്ലേ ഈ ദൃശ്യങ്ങൾ കാണൂ. കോഴിക്കോട് നിന്ന് YS അഭിനന്ദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിനന്ദ്, വിശദാംശങ്ങൾ. SKN ഇന്നലെ രാവിലെയാണ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നതിനാൽ കൂത്താളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അവധിയായിരുന്നു. ആ സമയത്താണ് ഫുട്ബോൾ ടീമിലെ കുട്ടികൾ അവിടെ ഗ്രൗണ്ടിൽ കളിക്കാൻ എത്തിയത്. അവിടേക്കാണ് ഈ 16-കാരൻ ഈ കാറ് പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഉടമയെ കേന്ദ്രീകരിച്ചൊരു സമഗ്രമായ അന്വേഷണത്തിലേക്കാണ് പേരാമ്പ്ര പോലീസ് കടന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കാർ ഓടിച്ചിരുന്നത് ഒരു 16-കാരനാണെന്ന് കണ്ടെത്തിയത്. ഇപ്പോൾ എന്തായാലും പോലീസും MVDയും ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. 25 വയസ്സ് വരെ ഈ 16-കാരനായ കുട്ടിക്ക് ലൈസൻസ് എടുക്കുവാൻ കഴിയില്ല. ലൈസൻസ് പൂർണ്ണമായും റദ്ദാക്കി. ഒപ്പം തന്നെ മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കാനുള്ള ശുപാർശ കൂടി ഇപ്പോൾ MVD പോലീസ് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉടൻ തന്നെ കേസെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ 16-കാരൻ ഈ പേരാമ്പ്രയിൽ തന്നെയുള്ള ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇയാളുടെ ഐഡന്റിറ്റി ഒന്നും ഇപ്പോൾ തൽക്കാലം വെളിയിൽ വിടരുത് എന്നുള്ള ഒരാവശ്യം കൂടി ഇപ്പോൾ പോലീസ് നമുക്ക് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ആരൊക്കെയാണ്, ആ പേര് പോലും നമ്മൾ പറയാത്തൊരു സാഹചര്യമുള്ളത്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ അടക്കം വ്യക്തമാണ് എത്രമാത്രം അപകടകരമായാണ് ആ കാർ അവിടേക്ക് ഇടിച്ചു കയറിയതെന്നും തലനാരിഴയ്ക്കാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. അവിടെ അധ്യാപകർ എത്രയും വേഗം അവിടെ ഇടപെട്ടു. ഓരോ വിദ്യാർത്ഥികളെയും മാറ്റുകയായിരുന്നു. അവിടെ വലിയ ചില കുട്ടികളൊക്കെ പേടിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു വിവരം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും പേരാമ്പ്ര പോലീസ് കേസ് രജിസ്റ്റർ അന്വേഷണം ആരംഭിച്ചു. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു 16-കാരനാണെന്ന് കണ്ടെത്തുകയും ഇപ്പോൾ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് MVDയും പോലീസും കടന്നിരിക്കുകയും ചെയ്തിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു. YS അഭിനന്ദാണ് വിവരം നൽകിയത്. എന്തായാലും മാതാപിതാക്കൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, കുട്ടികളിങ്ങനെ അഭ്യാസ പ്രകടനം നടത്താനായി ഇങ്ങനെയുള്ള 4 വീലൊക്കെയുള്ള വണ്ടികൾ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. 2 വീലുള്ള വണ്ടി ഉപയോഗിക്കാൻ അനുവദിക്കരുത്. കാരണം ഇവർ പോയിട്ട് എന്ത് പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ മാതാപിതാക്കളെ കുറ്റപ്പെടുന്നില്ല. കുട്ടികൾ വല്ലാത്ത സമ്മർദ്ദം ചെലുത്തുമ്പോൾ നമ്മൾ അനുവദിക്കുന്നതായിരിക്കും. എന്നാലും അത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.